മുസ്ലിം ലീഗൊക്കെ ഇപ്പോൾ അവർ പലപ്പോഴും ഇതിനെ ന്യായീകരിക്കേണ്ടി വരികയോ മൗനം ഭജിക്കേണ്ടി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ പാർട്ടിക്ക്, കോൺഗ്രസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗിന് വലിയ ബാധ്യതയായിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുള്ളൊരു സംശയമില്ല. കാരണം ഇതിന് ഓരോന്നിനും ഉത്തരം പറയേണ്ടി വരികയാണ്. നേരത്തെ ഷാജി, ഇപ്പോൾ മാർഷോ പറഞ്ഞില്ലേ, ഷാജി പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ കടലിലെറിയും എന്ന് പറയുന്നു. ആ കടലിലെറിയെന്ന് പറഞ്ഞ സംഗതി വീണ്ടും വിഴുങ്ങേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. ആരാണോ ആ വകുപ്പ് തന്നെ അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ PM-ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും, കോൺഗ്രസ്സിൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ പോലും അംഗീകരിക്കാത്ത കാര്യമാണ് ഈ പറയുന്ന വന്ദേ മാതരത്തിലെ ഈ ബാക്കി നമ്മളിതുവരെ പാടാത്ത ഭാഗങ്ങൾ പാടുന്നത്. ആ ബങ്കിം ചന്ദ്രയുടെ നോവലിൻ്റെ ഒരു ഭാഗമാണ്, അല്ലാണ്ട് വേറെ ദൈവം ഇറക്കി വിട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു നോവലിൽ ഒരു കവിതാശകലം അതിൻ്റെ ഭാഗം മുഴുവൻ പാടിയില്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ കണ്ണുരുട്ടുമ്പോൾ തൂക്കിക്കൊന്നോട്ടെ എന്ന് പറയണം. ഞങ്ങൾക്ക് ഭരണം അതുകൊണ്ട് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന്, അതാണ് നമ്മൾ സതീശനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് നിലപാടെടുക്കാത്തിടത്തോളം കാലം ഈ കോൺഗ്രസ്സുകാർക്ക് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഗ് പക്ഷേ വല്ലാത്തൊരു ഗതികേടിലാണെന്ന്. കാരണം അവർക്ക് അവരുടെ അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് ഈ വന്ദേ മാതരത്തിന്റെ. ലീഗിന്റെ അണികൾ പഴയ അണികളല്ലെന്നും രാഷ്ട്രീയമായി അവർ മുന്നോട്ട് പോകുന്ന കാര്യം ലീഗ് മനസ്സിലാക്കണം.